നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫോക്കസ്ഡ് ആണ്, തിരിച്ചു വരാൻ ഫോക്കസ്ഡ് ആണെന്ന് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോക്കസ്ഡ് ആൻഡ് റെഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഇന്നത്തെ മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും അൽ നസറും റെഡിയാണ്. എതിരാളികൾ പക്ഷേ അൽ അഹ്ലിയാണ്, കരുത്തുറ്റ ടീമാണ്. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കണം. ജിദ്ദയിലാണ് മത്സരം. ജിദ്ദയിലേക്ക് അൽ നസർ ഇന്നലെ രാത്രി തന്നെ ട്രാവൽ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സമയത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. സൗദി അറേബ്യൻ പ്രോ ലീഗിലാണെങ്കിൽ 12 പോയിന്റിന്റെ വ്യത്യാസമുണ്ട് അൽ ഹിലാലുമായിട്ട്. എങ്കിലും തങ്ങൾക്ക് എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് കഴിയാവുന്ന അത്രയും പോയിന്റ് സ്വന്തമാക്കുക, അൽ ഹിലാൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുക, ഇത് മാത്രമേ ഇനിയിപ്പോൾ അൽ നസറിന് ചെയ്യാനുള്ളൂ. ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നത് തന്നെയാണ് അവർ കൃത്യമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്നാൽ അൽ നസറിന് ഇപ്പോഴും ഡിഫൻസിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലംറി പരിക്കേറ്റ് ഇന്നത്തെ മത്സരം കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ട് ഓസ്പിന ഈ ട്രാവലിംഗ് സ്ക്വാഡിലുണ്ട്. ഖരീബ് മടങ്ങിയെത്തുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയുണ്ട്. എന്തായാലും അവരുടെ ട്രബിൾ ലൈനപ്പ് നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് ഓസ്പിന, ഡിഫൻസിൽ ലപ്പോർട്ടും ലജാമിയും കൂടി സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ടെല്ലസും ബൗഷലും, മധ്യനിരയിൽ അൽ ഖൈബരി, ഒറ്റാവിയോ, ബ്രസോവിച്ച് എന്നിവർ, മുന്നേറ്റത്തിൽ ഖരീബ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ലൈനപ്പ്. പിന്നെ മുഹമ്മദ് മറൻ ഇപ്പോൾ ഒരു മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ വരികയാണ്. അദ്ദേഹത്തെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുമുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം അൽ അഹ്ലിക്കെതിരെ വിജയിക്കുക എന്നത് തന്നെയാണ് അൽ നസർ ലക്ഷ്യം വെക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സൗദി അറേബ്യൻ സമയം രാത്രി 10 മണിക്കാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലെ മത്സരം നടക്കുന്നത്. നിലവില് പോയിന്റ് പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അൽ നസർ അൽ ഹിലാലിന് പുറകിൽ 2ാം സ്ഥാനത്ത് 23 കളികളിൽ നിന്ന് 53 പോയിന്റ്. അതേസമയം അൽ അഹ്ലി 3ാം സ്ഥാനത്താണ്, 23 കളികളിൽ നിന്ന് 47 പോയിന്റ് അവർക്കുണ്ട്. അപ്പം ഒരു കടുത്ത പോരാട്ടം 2ാം സ്ഥാനക്കാരും 3ാം സ്ഥാനക്കാരും തമ്മിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.